എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ വൈനാണ്. വളരെ ഈസി ടേസ്റ്റിൽ ഈ ഒരു കളറിൽ ഈ ഒരു ടെക്സ്ചറിൽ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. നമ്മൾ അതിന് വേണ്ടി 1 കിലോ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ട് അരിയുക. നല്ല മധുരമുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി നമ്മളിതൊരു കുക്കറിലേക്ക് ആഡ് ചെയ്യുക. 2 ലിറ്റർ വെള്ളം ഒഴിക്കണം. അതുപോലെ തന്നെ ഒരു സിനമൺ സ്റ്റിക്ക്, 3-4 ഏലക്ക, അതേപോലെ കുറച്ച് ഗ്രാമ്പു, അതേപോലെ തന്നെ 1/2 കിലോ പഞ്ചസാര, ഏകദേശം ഒരു 2 കപ്പ് ഷുഗർ ഇതുകൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് തിളപ്പിക്കണം. നമ്മൾ ഗ്രാമ്പു ഒരു 4-5 പീസ് എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മളിത് ആറാൻ വെക്കുക. ഇത് നന്നായി തണുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് ആഡ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കവർ ചെയ്ത് വെക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ലാഡിൽ ചേഞ്ച് ചെയ്യരുത്. പെർമനൻ്റ് ഒരു ലാഡിൽ തന്നെ ആയിരിക്കണം. നമ്മളിതേപോലെ കവർ ചെയ്തിട്ട് ഡെയിലി ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ 7 ദിവസം ഇതേ ഒരു പ്രോസസ്സ് ചെയ്യണം. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന ലാഡിൽ ചേഞ്ച് ചെയ്യരുത്. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈനിൽ ഫംഗസ് വരും. നമ്മളിങ്ങനെ 7 ദിവസം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഡേയിൽ നമ്മളൊരു സ്ട്രെയിനർ വെച്ച് ഇത് സ്ട്രെയിൻ ചെയ്യണം. ഒരു 5 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വൈൻ്റെ ഫെർമെൻറ്റേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഫോംസ് കാണത്തില്ല. നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ വരും. നമ്മൾ വീണ്ടും 1 ദിവസം കൊണ്ടൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ ഇതേപോലെ നമുക്ക് പൈനാപ്പിൾ വൈൻ കിട്ടിയിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്.